readers, welcome back to another episode of Paper Plot. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ദ ഡിസപ്പോയിൻമെന്റ് റീഡ് ഓഫ് 2024 വീഡിയോ ആയിട്ടാണ്. സോ ഇതിൽ പറയാൻ പോകുന്ന ബുക്സ് എല്ലാം തന്നെ വേഴ്സ്റ്റ് ബുക്സ് ഒന്നല്ല, ബട്ട് ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ കൂടിയിട്ട് വായിച്ചിട്ട് ഐ വാസ് ലെറ്റ് ഡൗൺ ബൈ ദീസ്. അത്രയേ ഉള്ളൂ, അല്ലാതെ ബുക്സ് ഒന്നും ബാഡ് അല്ല. യു ക്യാൻ സ്റ്റിൽ റീഡ് ദം. ഈ ലിസ്റ്റിലുള്ള ബുക്സ് എല്ലാം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് തിങ്. ഐ റെസ്പെക്ട് ദാറ്റ്. ഐ റെസ്പെക്ട് യുവർ റിവ്യൂസ്, ഐ റെസ്പെക്ട് യുവർ റേറ്റിംഗ്. പക്ഷേ ഇത് എനിക്ക് മാത്രം പേഴ്സണലി എനിക്ക് ലെറ്റ് ഡൗൺ ആയ ബുക്കാണ്. ഇതെല്ലാം തന്നെ 2 സ്റ്റാർ റിവ്യൂസ് ആണ്. അപ്പോൾ 2 സ്റ്റാർ എനിക്ക് കൊടുക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ കുറച്ചൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ അത് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ 2 സ്റ്റാർ കൊടുക്കുക. സോ ആ ഒരു കാറ്റഗറിയിലുള്ള ബുക്സാണ് പറയാൻ പോകുന്നത്. So without further ado, let's get started. So the first one is The House with the Good Bonds. ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഓതറാണ് ടി കിങ്ഫിഷർ. ടി കിങ്ഫിഷറിൻ്റെ ഒരു ബുക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ, കാരണം ഒന്നാമത് ഫേവറേറ്റ് ഓതർ, അപ്പോൾ എക്സ്പെക്ടേഷൻസ് കൂടിയാണ് വായിച്ചത്. ബട്ട് ദിസ് വാസ് എ 2 സ്റ്റാർ റീഡ് ഫോർ മീ. ഇത് ഭയങ്കര അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ബുക്കാണ്. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് സമന്ത. അപ്പോൾ സമന്ത ഒരുപാട് കാലത്തിന് ശേഷം അവളുടെ മദറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവള് വീട്ടിൽ വരുന്ന സമയത്ത് അവൾക്ക് വീട്ടിൽ ഒരുപാട് ചേഞ്ചസ് മനസ്സിലാക്കും. ലൈക്ക് ദ പെയിൻറ്റ്, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആരെയോ പേടിക്കുന്ന പോലെ ചെയ്യുന്നതായിട്ടൊക്കെ തോന്നും. അതുപോലെ അവളുടെ അമ്മയുടെ ഇഷ്ടങ്ങളെല്ലാം ആ വീട്ടിലുള്ള ഒരു പെയിന്റിന്റെ കളറോ അല്ലെങ്കിൽ ആ വീട്ടിൽ ഒതുക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ലൈക്ക് അവളുടെ അമ്മയുടെ ഒരു പ്രിഫറൻസിലല്ല, അവളുടെ ഗ്രാൻഡ് മദറിന്റെ ഒരു പ്രിഫറൻസിലാണ്. സോ അവൾ ആകെ വണ്ടറടിക്കും, ലൈക്ക് എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദറിന് ഇഷ്ടപ്പെട്ട പെയിന്റ് കൊടുത്തിട്ട് അമ്മ ഇതിങ്ങനെ, അപ്പോൾ ആരെയോ പേടിക്കുന്ന പോലെ ലൈക്ക് എന്തൊക്കെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ ഏത് നേരവും ഒരു വോൾച്ചർ, ആ ഒരു പക്ഷി എപ്പോഴും ഇവരുടെ വീടിന്റെ മുന്നിലുണ്ടായിരിക്കും. സോ അങ്ങനെ കുറേ റോങ് മെസ്സേജസ് അവൾ കാണുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾ ആകെ പേടിക്കുകയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. സോ ഈ സ്റ്റോറിയിൽ ലൈക്ക് എൻഡിങ് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു വീടിനൊരു ഹിസ്റ്ററി ഉണ്ട്. സോ ആ ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് അറ്റ് ദ സെയിം ടൈം ദിസ് വാസ് എ ഡിസപ്പോയിൻമെന്റ്. കാരണം ആ ഒരു എൻഡിങ് എത്തുന്നവരെ നമുക്ക് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു അവളുടെ അമ്മനോടുള്ള കുറേ അവളുടെ അമ്മനെ സസ്പീഷ്യസ് ആക്കുന്ന കാര്യങ്ങൾ അവളിങ്ങനെ എടുത്ത് പറയുന്നതല്ലാതെ വേറെ ക്രംസ് ഒന്നുമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിന് 2 സ്റ്റാർ കൊടുത്തത്. ഞാൻ വിചാരിച്ച പോലെ ടി കിങ്ഫിഷറിന്റെ ആ ഒരു എന്താ പറയുക പ്ലോട്ടിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഈസ് ദ ഫ്യൂറി ബൈ അലക്സ് മൈക്കിളേഡിയസ്. ഈ ഒരു ഓതർ എഴുതിയതാണ് സൈലന്റ് പേഷ്യന്റ്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഭയങ്കര ഹൈപ്ഡ് ആയ ഒരു ബുക്കായിരുന്നു. സോ ആ ഒരു സെൻസിലാണ് ഞാനിത് വായിക്കുന്നത്. ലൈക്ക് ഐ വാസ് എക്സ്പെക്ടിങ് സംതിങ് ഫ്രം ഹിം. ബട്ട് ഈ ബുക്ക് ഒരിക്കലും ഒരു ബാഡ് ബുക്കല്ല. ഇറ്റ് വാസ് സോ ഫാസ്റ്റ് പേസ്ഡ്. ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. ആൻഡ് ഓൾസോ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഷോർട്ട് ചാപ്റ്റേഴ്സാണ്. ഓരോ ചാപ്റ്റർ തീരുന്നതും ഒരു ക്ലിഫ് ഹാങ്ങർ കൈൻഡ് ഓഫ് മൂഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ എന്താണെന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ പ്ലസ് സൈഡാണ്. അതുപോലെ നല്ലതായിരുന്നു. ബട്ട് ഞാനൊരു കുറച്ചൊരു ഇൻ്റർമീഡിയറ്റ് എക്സ്പീരിയൻസ്ഡ് റീഡർ ആയതുകൊണ്ട് തന്നെ, ഒരുപാട് ത്രില്ലേഴ്സ് വായിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി. അതുപോലെ ഭയങ്കര സിമ്പിളായ സ്റ്റോറി ആയിട്ട് തോന്നി. ഒരു സിമ്പിൾ പ്ലോട്ട് അങ്ങനെ ഇങ്ങനെ എന്താ പറയുക വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന പോലെ എക്സിക്യൂട്ട് ചെയ്ത പോലെ തോന്നി. സോ ഇതിൻ്റെ എക്സിക്യൂഷനാണ് എനിക്ക് തീരെ ഇഷ്ടമാവുന്നത്. സോ ഇതിൽ നറേറ്ററാണ് എലിയട്ട്. അപ്പോൾ ലാനയുടെ ഹസ്ബൻഡ്, ലാനയുടെ സൺ, ലാനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേറ്റ് എലിയട്ട്. ഇവരെല്ലാവരും കൂടെ ഒരു ഐലൻഡിൽ ഒത്തുകൂടാണ്. ആ സമയത്ത് ഭയങ്കര ഒരു സ്റ്റോം സംഭവിക്കുകയും അതുപോലെ ആ ഒരു സമയത്ത് ഒരാൾ മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം ഉണ്ടാവുന്ന, സോ അവർക്കറിയാം ഇവർ മാത്രമേ ഈ ഒരു ഐലൻഡിലുള്ളൂ. അപ്പോൾ ആരായിരിക്കും ഇവരിൽ കൊന്നത്? യൂഷ്വലി ഐ ലവ് ദിസ് ട്രൂപ്പ്. കാരണം ലോക്ക്ഡ് റൂം മിസ്റ്ററി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്ക് അറിയാം ഇവരിൽ ആരോ ആണെന്ന്. സോ എന്താ പറയുക, ഒരുപാട് നമുക്ക് തന്നെ ഗസ് ചെയ്യാം പലതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ലോക്ക്ഡ് റൂം മിസ്റ്ററീസ്. പൊതുവേ ഉള്ള ത്രില്ലേഴ്സ് പോലെയല്ല ഇതിലുള്ള ഒരു നറേഷൻ. ഇതിലുള്ള നറേഷൻ എന്ന് പറഞ്ഞാൽ എലിയട്ടിന്റെ ത്രൂ നമ്മൾ ആ സ്റ്റോറി കേൾക്കുകയാണ്. എലിയട്ട് കഥ പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ റീഡേഴ്സിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കും, ചില കാര്യം റിവീൽ ചെയ്യും. അതുപോലെ ചില റിവീൽ ചെയ്ത് തന്നെ റിപ്പീറ്റഡ്ലി അതിൻ്റെ ഇടയിൽ ഇതും കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിവീൽ ചെയ്യും. സോ അതൊക്കെ എനിക്ക് ശരിക്കും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ലൈക്ക്
ദ വേ ഹീ പ്ലേസ് വിത്ത് ദ റീഡേഴ്സ്, നമ്മളുടെ റീഡിങ് മൈൻഡിന് വെച്ചിട്ട് പ്ലേ ചെയ്യായിരുന്നു. ലൈക്ക് വേണ്ടത് റിവീൽ ചെയ്യും, വേണ്ടത് ഹൈഡ് ചെയ്യും, ആൻഡ് ദെൻ റിവീൽ ചെയ്തതിൽ തന്നെ വീണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും റിവീൽ ചെയ്യും. സോ ഒരു തമാശ രൂപത്തിലായിരുന്നു ആ ഒരു റൈറ്റിങ്ങും കാര്യമൊക്കെ പോയിരുന്നത്, നമ്മളെ കളിപ്പിക്കുന്ന പോലെ. സോ ഐ വാസ് എ ബിറ്റ് ഇറിറ്റേറ്റഡ് ബൈ ദാറ്റ്. അപ്പം അതാണ് എനിക്ക് ഈ ബുക്കിൽ ഉണ്ടായ എക്സ്പീരിയൻസ്. ആ റീഡിങ് എക്സ്പീരിയൻസ് എൻജോയബിൾ അല്ലാത്തത് കൊണ്ടാണ് ഐ ഗേവ് ഇറ്റ് 2 സ്റ്റാർ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദ ഫാസ്റ്റ് പേസ് അല്ലെങ്കിൽ ദ ഈസി റൈറ്റിംഗ് അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് മേ ബി ഇൻട്രസ്റ്റിംഗ് ആവാവുന്ന ഒരു ബുക്ക് കൂടെയാണിത്. ദ നെക്സ്റ്റ് വൺ ഈസ് പാരബിൾ ഓഫ് സോവർ. ഇതിൻ്റെ ഓതർ ഒക്ടേവിയ ഇ ബട്ട്ലറിൻ്റെ കിൻഡ്രഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. സോ ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് ബുക്ക് ലാസ്റ്റ് ഇയർ. അപ്പോൾ അത് കാരണമാണ് ഈ ഓതറിൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ എടുക്കാൻ കാരണം. അപ്പോൾ ഇതൊരു സീരീസാണ്, സീരീസിലെ ഫസ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് അത് കംപ്ലീറ്റ്ലി സെറ്റ് ആവാൻ പറ്റിയില്ല ഈ ബുക്കിനായിട്ട്. സോ ഇതിലെ മെയിൻ ക്യാരക്ടർ ലോറൻ ഒരു ഹൈപ്പർ എംപത്തി ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തൊരു സാഡായിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കാണുകയാണെങ്കിലും അത് അവൾക്ക് ശരിക്കും സംഭവിക്കുന്ന പോലെ അവൾക്ക് തോന്നിപ്പോവാണ്. സോ അങ്ങനെ ഒരു അസുഖം പോലെയാണുള്ളത്. അങ്ങനെ അവളുടെ ആ നാട്ടിൽ അവർ കുറച്ച് ബാക്ക്വേർഡാണ്, പൈസയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവർ കുറച്ച് പുവറാണ്, പിന്നെ ബ്ലാക്ക് പീപ്പിളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫയർ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലേഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രൈസിസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോഴാണ് ഒരു ഹ്യൂജ് ഫയർ ഔട്ട് ഉണ്ടാവുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു ഓൾമോസ്റ്റ് എല്ലാ കോളനിയും അതിൽ നശിക്കുകയാണ്. അപ്പോൾ ലോറൻ്റെ പാരൻസ് അവരൊക്കെ മരിക്കുകയാണ്. അങ്ങനെ അവരിന്ന് അവൾ രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് അവളുടെ കൂടെ 2 പേരേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദെൻ ദ നമ്പർ ഓഫ് റെഫ്യൂജി ഇൻക്രീസസ് ഓൺ ദ വേ. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ ബുക്ക് ഈ ഒരു റെഫ്യൂജീസ് അവരുടെ ജേർണി, അവരുടെ രക്ഷപ്പെടൽ, അവരുടെ റെബല്യൻ, ലൈക്ക് അവരെന്നെ ഓരോന്ന് മെനഞ്ഞെടുക്കുന്നുണ്ട്. ലൈക്ക് നമുക്കിതിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും ചെയ്യണം. സോ ആ ഒരു കൈൻഡ് ഓഫ് ബുക്കാണ്. ഒരു എന്താ പറയുക, ഒരു അപ്പോക്കാലിപ്റ്റിക് ഒക്കെ പോലത്തെ ഒരു ബുക്കാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തതൊക്കെ ഇഷ്ടമാണെങ്കിൽ യു വിൽ എൻജോയ് ഇറ്റ്. ബട്ട് ഫോർ മീ ദിസ് വാസ് എ ഡിസപ്പോയിൻമെന്റ്. ഐ ഫെൽ സോ ബോർഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ജേർണി, അതുപോലെ ആ റെഫ്യൂജീസിന്റെ നമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അവർ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തരെ അവർക്ക് കിട്ടും. സോ ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവർ തമ്മിൽ ആ ഒരു എല്ലാവരും സേവ് ചെയ്യണം എന്നുള്ള അവരുടെ മെന്റാലിറ്റി അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ലൈക്ക് നമുക്ക് ചില ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടാവില്ല, എന്താ ഇത് തീരാത്തത്, ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും എൻജോയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വായിക്കാനെന്നൊക്കെ തോന്നിപ്പോയെന്ന ഒരു ഇതായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് 2.5 സ്റ്റാർ നൽകിയത്. അല്ലാതെ ഇതിൻ്റെ റൈറ്റിംഗ് ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ബട്ട് this was a big disappointment for me. The next one is This Is How You Lose Time War. അപ്പോൾ ഈ ബുക്കിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊരു ഡിസപ്പോയിൻമെൻറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഡിസപ്പോയിൻമെൻ്റ് ആവാൻ കാരണം എൻ്റെ ഹ്യൂജ് എക്സ്പെക്റ്റേഷനാണ്. ഇതൊരിക്കലും ഒരു എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റ് ലിസ്റ്റിൽ വരാൻ അർഹതയുള്ളൊരു ബുക്കല്ല. ഐ റിയലി എൻജോയ്ഡ് സം പാർട്ട് ഓഫ് ഇറ്റ്. ഇപ്പോഴും ഐ സ്റ്റിൽ റിമെമ്പർ ദ പ്ലോട്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇത് നല്ലൊരു ബുക്കാണ്. ബട്ട് ഐ ഹാഡ് ലോട്ട്സ് ഓഫ് എക്സ്പെക്ടേഷൻ. അതാണ് ഈ ബുക്കിനെ ഇങ്ങനെ ആക്കിയത്. സോ ഇതിൽ 2 ഗ്രൂപ്പ് ആണ് വരുന്നത്. നമുക്ക് ഇന്ന് ക്ലിയർ അല്ല, ഇതിൻ്റെ റൈറ്റിംഗ് ഭയങ്കര കോംപ്ലെക്സ് ആണ്. അത് കാരണം തന്നെ എന്താ ശരിക്കും സംഭവിക്കുന്നത് നമുക്കും ക്ലിയർ ആവില്ല. സോ 2 ഏജന്റ് ആണുള്ളത്, ബ്ലൂ ആൻഡ് റെഡ്. അപ്പോൾ അവർ 2 പേരും എങ്ങനെയായാലും എനിമീസ് ആണ്. അവരുടെ ടെറിട്ടറിയും ഇവരുടെ ടെറിട്ടറിയും തമ്മിൽ ഒരു നിലയ്ക്കും എന്താ പറയുക ക്രോസ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജന്റ് റെഡ് ഏജന്റ് ബ്ലൂവിന് ഒരു ലെറ്റർ അയക്കുന്നത്. ആൻഡ് ഇവർക്ക് ആ ലെറ്റർ കിട്ടുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ലൈക്ക് ഇത് റെഡ് എന്നാണ് ഈ ലെറ്റർ വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം അതൊരു ചാലഞ്ച് ആയിട്ടാണ് ആ ലെറ്റർ എഴുതുന്നത്, ലൈക്ക് എന്താ പറയുക ഒരു വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ. ബട്ട് ദെൻ അവർ ആ റിപ്ലൈ അയക്കും, ആൻഡ് ദെൻ റിപ്ലൈ ആൻഡ് ദെൻ റിപ്ലൈ ആൻഡ് ദെൻ ഇറ്റ് ടേൺസ് ഇൻ ടു ലവ്. ഇത് കേൾക്കുമ്പോൾ ആർക്കായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബട്ട് ഇതിൻ്റെ റൈറ്റിംഗ് ആണ് എൻ്റെ വില്ലനായത്. കാരണം ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കും ക്ലിയർ അല്ല. ആ ലെറ്റേഴ്സ് മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തോന്നിയത്. ബാക്കി അതിലുള്ള വേൾഡ് ബിൽഡിങ്, ദ വേ ദേ സെൻഡ് ലെറ്റേഴ്സ്, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് കുഴപ്പിച്ചു. അറ്റ്ലീസ്റ്റ് വായിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും മനസ്സിലാവണം വായിക്കുമ്പോൾ, ലൈൻസ് വായിക്കുമ്പോൾ. അല്ലാതെ ഇങ്ങനെ കംപ്ലീറ്റ്ലി വായിച്ചിട്ട് പ്ലോട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ
എനിക്കിഷ്ടം എൻ്റർടൈനിങ് ആയി തോന്നാറ് ഞാൻ വായിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആവണം. സോ ആ ഒരു സാധനം എനിക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ വേൾഡ് ബിൽഡിങ് ഭയങ്കര കോംപ്ലക്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവരിത് ചെയ്യുന്ന സമയത്ത് ഇവർ ഭയങ്കര വെറീഡാണ്. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മരിക്കും. അപ്പം അത്രയും എനിമീസ് ആയിട്ടുള്ള ഇതിലാണ് ഇവർ ചെയ്യുന്നത്. സോ ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ലാത്തതും സ്നേഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള രണ്ട് പേര് സ്നേഹത്തിലാവുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവരുടെ ആ ഏർണിങ് ആങ്സ്റ്റ്, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു നല്ല റൈറ്റിങ്ങിലും കൂടിയായിരുന്നു എഴുതിയെന്നുണ്ടെങ്കിൽ ദിസ് വുഡ് ബി എ 4 or 5 star read for me. So I was so disappointed by reading this. So the next one is Just the Nicest Couple. ഇത് ഞാൻ വായിച്ചത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓതർ മാരി ക്യൂബിക്കിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഓതറാണ്. അപ്പോൾ ആ ഒരു ഓതറിൻ്റെ ലോക്കൽ വുമൺ മിസ്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് പിക്ക് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പിക്ക് ചെയ്തപ്പോൾ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ്. 2 കപ്പിൾസ് ആണ് വരുന്നത്, ജെയ്ക്ക് ആൻഡ് നീന, അതുപോലെ ലില്ലി ആൻഡ് ക്രിസ്റ്റ്യൻ. ജെയ്ക്കും നീനയും തമ്മിൽ ഒരു ബാഡ് ടൈമിലാണ് നിൽക്കുന്നത്. അതുപോലെ ലില്ലിയും ക്രിസ്റ്റ്യനും ആർ ട്രൈങ് ഫോർ എ ബേബി. സോ അവരുടെ നല്ല ഫേസിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലില്ലിന് ഒരു ദിവസം ജെയ്ക്ക് കയറി പിടിക്കും. അപ്പോൾ ലില്ലി സെൽഫ് ഡിഫെൻസിൽ കല്ലെടുത്ത് അടിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഇട്ടിട്ട് പോകും. ബട്ട് ദെൻ ജെയ്ക്ക് മിസ്സിങ് ആവുകയാണ്. അപ്പോൾ ലില്ലി ഭയങ്കര വെറീഡ് ആവും, ലൈക്ക് അവൾ ചെയ്തത് കാരണമാണോ ജെയ്ക്ക് മിസ്സിങ് ആയത് എന്നുള്ള രീതിയിൽ. ഇത് ഞാൻ വായിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് സോ പ്രെഡിക്റ്റബിൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഞാൻ തന്നെ എൻ്റെതായ രീതിയിലൊരു കൺക്ലൂഷനൊക്കെ കൊണ്ടുവന്നു. ബട്ട് ഐ വാസ് റിയലി ഹോപ്പിങ് അങ്ങനെ ആവരുത് എന്ന്. ബട്ട് അങ്ങനെ തന്നെ ആയി. അപ്പോൾ ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ്. ഇത്രയും നല്ലൊരു ഫ്ലോയിൽ, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, അതുകൊണ്ട് നല്ല ഫ്ലോയിൽ വായിച്ചിട്ട് ആ എൻഡിലെത്തിയപ്പോൾ ലൈക്ക് ഇതായിരുന്നോ എന്നുള്ള രീതിയിലുള്ളൊരു ഫീലിംഗ് വന്നുപോയി. സോ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലത്തെ ഒരുപാട് ത്രില്ലേഴ്സ് വായിച്ചിട്ടുണ്ട്, ഡൊമസ്റ്റിക് ത്രില്ലേഴ്സ്. അപ്പോൾ അതിലൊക്കെ ഉള്ള അതേ കാര്യം തന്നെയാണ് ഇതിലും സംഭവിക്കുന്നത്. സോ ഐ വാസ് സോ ലെറ്റ് ഡൗൺ ബൈ ദാറ്റ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു ഈ ഒരു കാര്യം ഉണ്ടാവരുതേ, ഈ ഒരു കാര്യം ഉണ്ടാവരുതേ, പക്ഷെ അതേ കാര്യം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഐ വാസ് സോ ഡിസപ്പോയിൻറ്റഡ് ബൈ ദിസ്. ബട്ട് ദിസ് ഇസ് എ ഫാസ്റ്റ് പേസ്ഡ് ബുക്ക്, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്. മേ ബി ഒരു ബിഗിനേഴ്സിനൊക്കെ മേ ബി ഭയങ്കര ആപ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ബ്യൂട്ടിഫുൾ വേൾഡ് വെയർ ആർ യു. ഇത് സാലി റൂണിയുടെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ബട്ട് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഡിസപ്പോയിൻമെന്റ് ആയി. സോ ഇതിൽ മെയിൻ ക്യാരക്ടറാണ് ആലിസ്. ആലിസ് ഒരു റൈറ്ററാണ്. സോ ഷീ ഈസ് കൈൻഡ് ഓഫ് ഫിഗറിങ് ഔട്ട് ഹെർ ലൈഫ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവളൊരു വീട് മാറി വരുന്നതും അങ്ങനെ ഫെലിക്സ് എന്ന് പറഞ്ഞ ഒരു യങ് മാനെ മീറ്റ് ചെയ്യുന്നത്, ലൈക്ക് ദേ ആർ ഫിഗറിങ് ഔട്ട് വെദർ ദേ ക്യാൻ ഡേറ്റ്. അവർ രണ്ടുപേരും ഒരേ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണോ. അതുപോലെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് ആലിസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐലീൻ. അപ്പോൾ ഐലീൻ ഇതുപോലെ ബ്രേക്കപ്പ് ആയിട്ട് ഒരു ഗ്രീഫിലാണ് ഇരിക്കുന്നത്. സോ ഐലീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സൈമൺ. അപ്പോൾ അവനെ ഇട്ട് പിന്നെ ഐലീൻ വീണ്ടും ഗെറ്റിംഗ് ടുഗെദർ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫേസിലാണ് ഐലീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആലിസും ഐലീനും നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. സോ ദേ റൈറ്റ് ലെറ്റേഴ്സ്. അപ്പൊ അവരുടെ ലെറ്റേഴ്സ് അവർ ഒരുപാട് സോഷ്യൽ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ ബ്യൂട്ടിഫുൾ വേൾഡ് വെയർ ആർ യു. വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും അവരുടെ എന്താ പറയുക, അങ്ങനെ ടാക്സ് റിലേറ്റഡ് ആയിട്ട്, അതുപോലെ നാട്ടിൽ നടക്കുന്ന ക്യാപിറ്റലിസം, അതൊക്കെയാണ് അവർ ആ ഒരു ലെറ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഐ വാസ് സോ ഫാസിനേറ്റഡ് ബൈ ദാറ്റ്. കാരണം ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് സോ ബോറിങ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 4 ആൾക്കാർ അവരുടെ ലൈഫ് ഫിഗറിങ് ഔട്ടാണ്. ലൈക്ക് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അവർ ആ ഒരു ഫേസിലാണ് അവർക്ക് തന്നെ ക്ലിയർ അല്ല അവരെന്താണ് അവരുടെ ഫ്യൂച്ചറുമായിട്ട് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ അത് എനിക്ക് വായിക്കുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വളരെ കുറവായിരുന്നു. ബട്ട് അവരുടെ ആ ഒരു സോഷ്യലി അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. സോ കൂടുതലും വായിക്കുന്ന സമയത്ത് എൻജോയബിൾ അല്ലായിരുന്നു, എൻ്റർടൈൻമെൻ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ദിസ് ഇസ് എ 2 star read for me. അപ്പോൾ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് ഇസ് ലക്കിയസ്റ്റ് ഗേൾ അലൈവ്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടറാണ് ആനി ഫെനല്ലി. സോ അവൾക്ക് ഒരു ബാഡ് പാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അവളുടെ ലൈഫിൽ നിന്ന് അവളുടെ തലേന്ന് അവൾ ഒഴിവാക്കിയ ഒരു കാര്യമാണ്. ഷീ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ ഇറ്റ്. അവൾക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ട്. നൗ അവൾ ഭയങ്കര റിച്ചാണ്. അവൾക്ക് അവളുടേതായ ഭയങ്കര നല്ല കരിയർ, അതുപോലെ അവൾക്ക് നല്ലൊരു ബോയ് ഫ്രണ്ട്, ദേ ആർ ഗോയിങ് ടു മാരി. അപ്പോൾ ആ ഒരു ഫേസിലാണ് അവളുള്ളത്. ബട്ട് അവളുടെ ഈ ഒരു സീക്രട്ട് വീണ്ടും അവളെ ഹോണ്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതിലെ കാര്യങ്ങൾ ഇത് റിവീൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അവളുടെ ആ ഒരു പാസ്റ്റ് കാര്യങ്ങൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, കുഴപ്പമില്ലായിരുന്നു ആ സ്റ്റോറിയൊക്കെ. ബട്ട് എന്തൊക്കെയോ എവിടേക്കോ ഒരു മിസ്റ്റേക്ക്.
വായിക്കുന്ന സമയത്ത് മെയിൻ നെറേറ്ററെ എനിക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അവള് പറയുന്നു അവള് ഭയങ്കര സങ്കടമുണ്ട്, അവൾക്ക് ആ ഒരു സാഡ് പാസ്റ്റിൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബട്ട് എനിക്കത് അങ്ങനെയും ഫീൽ ചെയ്തില്ല. ഞാൻ ഇത് വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമാവാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓതറിൻ്റെ റൈറ്റിംഗ് ആണ്. ബിക്കോസ് ഈ ഓതറിൻ്റെ ഒരു പുതിയ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ബ്രൈറ്റ് യങ് വുമൺ എന്ന് പറഞ്ഞിട്ട്. അതേ ഞാൻ എൻജോയ് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ റൈറ്റിങ്ങിൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഒരു ഫണ്ണും ഇല്ല വായിക്കുന്ന സമയത്ത്. എന്താ ബോറിംഗ് അല്ല, ബട്ട് ഷീ ഈസ് ഡീലിംഗ് വിത്ത് എന്താ പറയുക ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് രണ്ട് ബുക്കിലുള്ളത്. ലൈക്ക് ഇതിൽ ആ ഒരു ഹോണ്ടിങ് പാസ്റ്റ്, അതിൽ സീരിയൽ കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. രണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് വുമണ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൽ എൻ്റർടൈൻമെൻറ്റ് കുറവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം റൈറ്റിംഗ് ഈസ് ഗുഡ്, ബട്ട് ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇത് രണ്ടും ബിഗിനേഴ്സിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരു ഇൻ്റർമീഡിയറ്റ് റീഡേഴ്സിനൊക്കെ എൻജോയബിൾ ആയിട്ടുള്ള ബുക്കുകളാണ്. ബട്ട് ഹർ റൈറ്റിംഗ് ഈസ് സോ പവർഫുൾ, അത് പറയാൻ തന്നെ വേണം. ഈവൻ ദോ ഐ ഡിഡ്ന്റ് എൻജോയ് ഇറ്റ്. സോ മെയിൻ ക്യാരക്ടറുമായിട്ടുള്ള കണക്റ്റിംഗ് ആ ഒരു കാര്യങ്ങളിലായിരുന്നു എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. സോ അതുകൊണ്ടാണ് ഒരു 2 സ്റ്റാർ. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ബുക്ക്. കാരണം ഒരുപാട് പേര് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, മൂവി വരെ ഉണ്ട് ഇതിന് റിലേറ്റഡ് ആയിട്ട്. സോ മേ ബി ഇഫ് യു ഹാവ് ട്രൈഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊക്കെയാണ് ഞാൻ വായിച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ. ഇതുപോലെ നിങ്ങൾ വായിച്ചിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കാം. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ്, ബുക്കിഷ് കോണ്ടന്റ്സ് ആണ് ചെയ്യാറ്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. Till then, bye bye and take care.